നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956-ലാണ്. അതിനും മുൻപ് 1937 രൂപീകൃതമായതാണ് കേരള സർവകലാശാല. അതായത് ചരിത്രം പേറുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന പഴക്കമുള്ള സർവകലാശാല. എന്നാൽ ഇന്ന് സർവകലാപശാലയായി മാറിയിരിക്കുകയാണ് കേരള സർവകലാശാല. ഈ കഴിഞ്ഞ ദിവസം SFIയുടെ അഴിഞ്ഞാട്ടത്തിനാണ് സർവകലാശാല സാക്ഷിയായത്. ഇന്നും സമാനമായ സാഹചര്യമായിരിക്കും. കാരണം DYFIയും ഇറങ്ങുന്നുണ്ട് പ്രതിഷേധത്തിന്. കൂടാതെ ഇന്ന് SFIയുടെ പഠിപ്പ് മുടക്കമുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ എത്താം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കീം ഫലം റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പ്രവേശനം നടത്താൻ അനുവദിക്കണമെന്നും സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യം. സ്കോർ പ്രസിദ്ധീകരിച്ച ശേഷമുള്ള വെയിറ്റേജ് മാറ്റം നിയമപരമല്ലെന്ന് കോടതി. കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോരിൽ പ്രതിഷേധം ശക്തമാക്കാൻ SFIയും DYFIയും ഇന്ന് സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്ക്. രാജ്ഭവനിലേക്ക് SFIയും സർവകലാശാല ആസ്ഥാനത്തേക്ക് DYFIയും മാർച്ച് നടത്തും. അവധി കഴിഞ്ഞ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തിയേക്കും. നിലമ്പൂരിലെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കൊച്ചിയിൽ ഇന്ന് കോൺഗ്രസ് നേതൃയോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും മുന്നണി വിപുലീകരണവും ചർച്ചയാകും. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിന് സമസ്ത. സമരപ്രഖ്യാപനം ഇന്ന് കോഴിക്കോട്. സമയമാറ്റം കുട്ടികളുടെ മദ്രസ പഠനത്തെ ബാധിക്കുമെന്നും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നും സമസ്ത. അപ്പോൾ നമുക്ക് ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെ പോകാം. കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോരിൽ പ്രതിഷേധം ശക്തമാക്കാൻ SFIയും DYFIയും ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് നടത്തും. രാജ്ഭവനിലേക്ക് SFIയും സർവകലാശാല ആസ്ഥാനത്തേക്ക് DYFIയും മാർച്ച് നടത്തും. ഈ അവധി കഴിഞ്ഞ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തിയേക്കും. രജിത് കുമാറുണ്ട് വിശദാംശങ്ങളുമായി. രജിത്, ഇന്നും സർവകലാപശാലയായി മാറുമോ? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് SFIയുടെ ഒരു പ്രതിഷേധം എത്തരത്തിലായിരുന്നു എന്ന്. ഇന്ന് DYFI ആണ് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത്. എങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്രതിഷേധം? ശക്തമായ പ്രതിഷേധത്തിനായിരിക്കും യൂണിവേഴ്സിറ്റി വേദിയാകാൻ പോകുന്നത്, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ SFI തുടർന്നുള്ള പ്രതിഷേധ പരിപാടികൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഇന്ന് മോഹൻ കുന്നുമ്മൽ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരികെ എത്തുകയാണ്. ഇന്നലെ അദ്ദേഹം സംസ്ഥാനത്ത് തിരികെ എത്തി ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇന്ന് ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് ശക്തമായ പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. മോഹൻ കുന്നുമ്മലിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് SFI ഉയർത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി DYFI ഉൾപ്പെടെയുള്ള സംഘടനകളായിരിക്കും ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുക. ഒപ്പം തന്നെ ഗവർണർക്കെതിരെയുമുള്ള പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടികളൊക്കെയും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ തന്നെ പ്രതിഷേധ പരിപാടികൾ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർ തന്നെ കത്ത് നൽകുന്ന DGPക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരിക്കും പോലീസും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഗവർണർ വൈസ് ചാൻസലർ പോരുകൾ വളരെ രൂക്ഷമായി തന്നെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ രജിസ്ട്രാർ അവധിയിലേക്ക് പ്രവേശിക്കുന്നതിന് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ആ അവധിക്കുള്ള അപേക്ഷ പോലും അംഗീകരിക്കാൻ വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല എന്നതാണ്. കാരണം നടപടി നേരിടുന്ന ഒരാളെ അനിൽകുമാറിനെ ഏത് തരത്തിലാണ് ഈ അവധി അപേക്ഷ നൽകിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. എന്ത് തന്നെയായാലും രജിസ്ട്രാർ വൈസ് ചാൻസലർ പോര് തുടരുന്നതിനിടയിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ശക്തമായ പ്രതിഷേധവുമായി SFIയും DYFIയും ഇന്ന് കടന്നു വരുന്നത് ഏറെ സംഘർഷഭരിതമായ ഒരു സമയത്ത്. രജിത്, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഉള്ളൊരു സംശയമാണ്. കാരണം ഇന്നലെ ദേശീയ പണിമുടക്കായിരുന്നു, സ്കൂളില്ല. ഇന്നിപ്പോൾ SFIയുടെ പഠിപ്പ് മുടക്കമുണ്ടല്ലോ, അത് എത്തരത്തിലായിരിക്കും? അപ്പോൾ സ്കൂളുകൾക്കൊക്കെ അവധിയുണ്ടോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. തീർച്ചയായും പഠിപ്പ് മുടക്കിനും SFI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ
ഇന്നലെയും പൊതുപണിമുടക്ക് ഉണ്ടായിരുന്നതിനാൽ തന്നെ ഇന്നും ഒരുപക്ഷെ ഏത് തരത്തിലായിരിക്കും ഈ പണിമുടക്കിലേക്ക് അവർ എല്ലാ വിദ്യാലയങ്ങളിലേക്കും കോളേജ് തലത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് SFI തയ്യാറെടുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് സ്ഥലങ്ങളിൽ ഏത് തരത്തിലായിരിക്കും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്തെന്നെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിന് തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. പഠിപ്പ് മുടക്കിന് ആഹ്വാനവും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് തന്നെ നടത്താനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്നതാണ് ഏകദേശം 500-ലധികം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ആകമൂത്തവും വളയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് തള്ളിക്കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സാഹചര്യം തന്നെ ഇന്ന് ഡിവൈഎഫ്ഐയും കൂടി ഒത്തുചേർന്നു വരുന്ന സാഹചര്യത്തിൽ രജിത്ത്, ഞാൻ ഇടപെടുകയാണ്. ഏതായാലും രജിത്ത് പറഞ്ഞതുപോലെ ഇന്ന് SFIയുടെ പഠിപ്പ് മുടക്കുണ്ട്. ഇന്നലെ ദേശീയ പണിമുടക്കായിരുന്നതിനാൽ ഇന്നലെ സ്കൂളിലൊക്കെ അവധിയായിരുന്നു. സർവകലാശാല പരീക്ഷകളൊക്കെയും മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇന്ന് SFIയുടെ പഠിപ്പ് മുടക്കുണ്ടെങ്കിലും സ്കൂളുകൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. സ്കൂളുകൾക്കൊക്കെ ഇന്ന് വർക്കിംഗ് ഡേ തന്നെയായിരിക്കും. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാനായി തയ്യാറാവുക. നമുക്ക് എന്തായാലും മറ്റൊരു വാർത്ത നോക്കാം. UDF യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളായിരിക്കും മുഖ്യ അജണ്ട. മുന്നണി വിപുലീകരണം, സർക്കാരിനെതിരായ തുടർ സമരങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്യും. രാവിലെ 10 മണിക്ക് കളമശ്ശേരിയിലാണ് യോഗം നടക്കുക. അശ്വതി ചേരുന്നു വിശദാംശങ്ങളുമായി. അശ്വതി, നിലമ്പൂരിൽ നേടിയ ഒരു ഉജ്ജ്വല വിജയത്തിന്റെ ചുവട് പിടിച്ചാണ് ഭാവി പരിപാടികൾ തീരുമാനിക്കാനായി ഇപ്പോൾ UDF യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും മുഖ്യ അജണ്ട? സ്വപ്ന, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ UDF ഏകോപന സമിതി യോഗമാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തൽ വലിയ വിജയമായിരുന്നു എങ്കിൽ പോലും അതിന്റെ ഒരു വിലയിരുത്തൽ, മറ്റ് കാര്യങ്ങൾ, ചർച്ചകൾ എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. മാത്രമല്ല, വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലവും അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ്, അതായത് നിലമ്പൂരിലെ ഫലവും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങളുമാണ് ഇതിൽ പ്രധാന അജണ്ടയായിട്ടുള്ളത്. ഇനി എല്ലാ മുന്നണികളുടെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പലതവണ UDF ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അതിനോട് അടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം, ക്രമീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്ന് രാവിലെ കൊച്ചിയിൽ നടക്കുന്ന UDF യോഗത്തിൽ ചർച്ച ചെയ്യുക. മുന്നണി വിപുലീകരണത്തെക്കുറിച്ചും പ്രാഥമിക ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നതാണ്. പക്ഷേ PV അൻവറിന്റെ കാര്യത്തിൽ ഇനിയൊരു ചർച്ച വേണ്ട എന്നതാണ് പൊതുവിൽ UDFിൽ ഉള്ള ഒരു ധാരണ. പക്ഷേ ജോസ് കെ മാണിയുടെ കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഇക്കാര്യത്തിലും ഒരു പക്ഷേ ജോസ് കെ മാണിയുടെ പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. പ്രധാനമായും ഈ മുന്നണി വിപുലീകരണം, അതിൽ ഊന്നിയുള്ള ചർച്ചകൾ വളരെ പ്രധാനമായും ഇന്നത്തെ UDF യോഗത്തിൽ നടക്കും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരങ്ങളാണ് മറ്റൊരു പ്രധാന അജണ്ട. നേരത്തെ തന്നെ UDF വലിയ രീതിയിലുള്ള സമരങ്ങളുടെ, അതായത് ഒരു നീണ്ട സമരങ്ങളുടെ ലിസ്റ്റ് തന്നെ നേരത്തെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ സാഹചര്യങ്ങൾ മാറിയ ഒരു ഘട്ടത്തിൽ കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനം UDFിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ഏത് തരത്തിൽ വേണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഗവർണർ സർക്കാർ പോരിലെ നിലപാട് രൂപീകരണത്തിലും ഒരു തീരുമാനം ഇന്നുണ്ടാകാനാണ് സാധ്യത. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സമരങ്ങളും സർക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് UDF ചർച്ച ചെയ്യുക. ശരി അശ്വതി, അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ഇപ്പോൾ UDF യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളായിരിക്കും മുഖ്യ അജണ്ട. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം മാറ്റിയതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് SKMMA ഇന്ന് കോഴിക്കോട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. സർക്കാരിന്റെ ഈ തീരുമാനം 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തിന് തന്നെ ഭീഷണിയാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ SKMMA സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ലക്ഷ്മിപ്രിയയുണ്ട് വിശദാംശങ്ങളുമായി. ലക്ഷ്മിപ്രിയ, 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സമസ്ത തന്നെ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിന് ഇപ്പോൾ രംഗത്തിറങ്ങുന്നത്. ഇതുമായി സർക്കാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. പക്ഷേ എത്തരത്തിലുള്ളൊരു സമരമായിരിക്കും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്?
എത്തരത്തിലൊരു സമരമായിരിക്കും എന്നുള്ളത് ഇന്നത്തെ സമരപ്രഖ്യാപന കൺവെൻഷനോട് കൂടി മാത്രമേ അറിയുകയുള്ളൂ. ഏതായാലും ഇതിനു മുൻപ് തന്നെ, അതായത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട സ്കൂളിലെ സമയമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ സമസ്ത ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കും എല്ലാം കത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സമയമാറ്റം മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുമെന്ന് കാണിച്ചുകൊണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് സർക്കാർ ഇപ്പോൾ ഈ ഒരു പുതിയ സ്കൂളുകളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തെ ഈ ഒരു സമയമാറ്റം ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ 10,000 കണക്കിന് മദ്രസകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മദ്രസകളെ ഈ ഒരു സ്കൂളുകൾ സമയമാറ്റം പ്രധാനമായും ബാധിക്കും എന്നുള്ള പ്രധാന വിഷയം, ഈ 2 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഒരു 10 മണിയോടുകൂടി തന്നെ ഈ ഒരു സമസ്ത, അതായത് ഇത്തരത്തിലൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കുന്നത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ 2 വിഷയങ്ങൾ തന്നെയാണ്. അതേസമയം സർക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ഒരു സമസ്തയുടെ ഈ എതിർപ്പിനെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഒരു കൺവെൻഷൻ 10 മണിയോടുകൂടി തന്നെ നടക്കും. വെള്ളിയാഴ്ച ഒഴിവാക്കിയാണ് സ്കൂളുകളിൽ അരമണിക്കൂറിലധികം സമയമാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലൊരു വിഷയം വലിയ രീതിയിൽ സമസ്തയും എതിർത്തിരുന്നു. മുൻപ് തന്നെ അതായത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ ഒരു സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു. എന്നാൽ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉയർന്നതിനെ തുടർന്ന് ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയായിരുന്നു. ഏതായാലും ഇത്തവണ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് സർക്കാർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ശരി ലക്ഷ്മി, സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഈ പഠന സമയം മാറ്റിയതിനെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് സമസ്ത. മതം ഏതാണെങ്കിലും ഈ മതപഠനത്തിനാണോ അതോ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാവരും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പ്രവേശനം നടത്താൻ അനുവദിക്കണമെന്നും സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നുമാണ് സർക്കാരിൻ്റെ ആവശ്യം. അശ്വതി ചേരുകയാണ് വിശദാംശങ്ങളുമായി. അശ്വതി, ഒരുപാട് കുട്ടികളുടെ ഭാവിയാണ് ഇപ്പോൾ കോടതിയുടെ ഒരു വിധി കാത്ത് ഇരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഇന്നത് പരിഗണിക്കുകയും ചെയ്യുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് സ്വപ്ന ഈ റാങ്ക് പട്ടിക റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ അപ്പീൽ നൽകുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ ആവശ്യം എത്തുകയും ഈ ഹർജി എത്തുകയും ചെയ്തിരിക്കുന്നത്. CBSE സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണ ഫോർമുല അത് നടപ്പാക്കിയതിൽ അസമത്വം ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ളൊരു മാർക്കിന്റെ കാര്യത്തിൽ ഒരു വെയിറ്റേജ് നൽകിയത് എന്നതാണ് സർക്കാരിന്റെ വാദം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പട്ടിക അനുസരിച്ച് ഈ +2 മാർക്ക് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ പിന്നിലേക്ക് തള്ളപ്പെടാൻ, അതായത് റാങ്ക് പട്ടികയിൽ പിന്നിലേക്ക് തള്ളപ്പെടാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുക, അതായത് ഏകദേശം ഒരു 30-50 മാർക്കിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റേജ് നടപ്പാക്കിയത് എന്നതാണ് സർക്കാരിന്റെ വാദം. ഈ സിംഗിൾ ബെഞ്ച് വിധിയിൽ സ്റ്റേ നേടുക എന്നതാണ് സർക്കാർ പ്രധാനമായിട്ടും ഈ അപ്പീലിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ അതുപോലെ തന്നെ S. മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. ഈ കേസ് പിന്നീട്, അതായത് ഈ ഹർജി പിന്നീട് മാറ്റിവെക്കുകയാണെങ്കിൽ, മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സർക്കാരിന് അത് അനുസരിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല എങ്കിൽ അത് സർക്കാരിന് വലിയ വിജയമായിരിക്കും. ഈ സ്റ്റേ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ സ്റ്റേ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രവേശന നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന് വേണ്ടി ഇന്ന് ഹാജരാകുന്നത് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ N. മനോജ് കുമാറും സീനിയർ ഗവൺമെന്റ് ലീഡർ PG പ്രമോദുമാണ്. എന്തായാലും ഈ കേസ്, ഈ ഹർജി ഇന്ന് പരിഗണിക്കും എന്നാണ് മനസ്സിലാകുന്നത്. സ്വപ്ന. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം മലപ്പുറത്ത് തുടരുന്നു. നാഷണൽ സെൻട്രൽ ഫോർ ഡിസീസിലെ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പ്രണോയ് വർമ്മയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് മലപ്പുറത്തുള്ളത്. TK അരവിന്ദൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരവിന്ദൻ, ഈ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് ഒരു ഭയമായിരിക്കും. പക്ഷേ ഭയം വേണ്ട, ജാഗ്രത മതിയല്ലേ? ഐശ്വര്യ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് സാഹചര്യങ്ങൾ. കാരണം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തിന് ഏറെ പരിചയമുണ്ട്.
ഇപ്പോൾ കേന്ദ്ര സംഘവും എത്തിയിരിക്കുന്നു. കേന്ദ്ര സംഘം ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒപ്പം ഒരു പഠനം നടത്തുകയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ രോഗബാധ നിപ്പ വൈറസിന്റെ സ്രോതസ് കണ്ടെത്തുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇപ്പോഴുള്ള മലപ്പുറത്തുള്ള 10 അംഗ സംഘത്തിന് പുറമെ മറ്റൊരു 8 അംഗ സംഘം പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇവർ ഡോക്ടർ ദിലീപ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള 8 അംഗ സംഘമാണ് പാലക്കാട് സന്ദർശനം നടത്തുന്നത്. അവരും വൈകാതെ മലപ്പുറത്ത് എത്തും. ഇവർ വവ്വാലുകളെ നിരീക്ഷിക്കുകയും പഠന വിധേയമാക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ നിപ്പ വൈറസിന്റെ സ്രോതസ് കണ്ടെത്തുകയാണ് ഈ മലപ്പുറത്തുള്ള 10 പേരുടെയും അതുപോലെ തന്നെ പാലക്കാടുള്ള 8 പേരുടെയും സംഘത്തിന്റെയും ഉദ്ദേശം. എന്തായാലും അവർ അവരുടെ പ്രവർത്തനം ഇന്നും തുടരും. വിവിധ മേഖലകളിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ജില്ലാ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായെല്ലാം അവർ ചർച്ച നടത്തിയിരുന്നു, കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഇന്ന് നിപ്പ ബാധിത പ്രദേശങ്ങളിൽ അവർ സന്ദർശനം നടത്താൻ സാധ്യതയുണ്ട്. അതേസമയം മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായി 498 പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 203 പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ശരി അരവിന്ദൻ, ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അതിലൊരു ഭീതിയൊന്നും വേണ്ട, ജാഗ്രത മതി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരവിന്ദൻ. തിരുവനന്തപുരം മാച്ചിങ്ങലിൽ വൻ MDMA വേട്ട. 1.25 കിലോ MDMA ആണ് പിടികൂടിയത്. 4 പേരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. വിദേശത്ത് നിന്നും ബാഗേജിൽ കടത്തിക്കൊണ്ടുവന്നതായിരുന്നു MDMA. ഇന്ന് പുലർച്ചെ 1:30 കണ്ണമ്പലത്ത് രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ഈന്തപ്പഴം കൊണ്ടുവന്ന ബാഗേജിനുള്ളിലാണ് 1.25 കിലോ MDMA പിടികൂടിയത്. മറ്റു വാർത്തകൾ നോക്കിയാൽ കാനഡയിൽ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി പൈലറ്റ് വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ മരിച്ചു. എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ച മലയാളി. ശ്രീഹരിയുടെയും സഹപാഠി സാവന്യയുടെയും വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ടേക്ക് ഓഫ് ലാൻഡിംഗ് പരിശീലനത്തിനിടെയാണ് അപകടം. കാനഡയിലെ മാനിറ്റോബയിലാണ് അപകടം. ഹാവ്സ് എയർ പൈലറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ആശയവിനിമയത്തിലുണ്ടായ പിഴവാണ് അപകട കാരണമെന്ന് അധികൃതർ അറിയിച്ചു. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. ഹിമാചലിൽ മേഘവിസ്ഫോടനങ്ങളെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം ഇപ്പോഴും രൂക്ഷമാണ്. സംസ്ഥാനത്ത് 15 ദിവസത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഇപ്പോഴും രൂക്ഷമാണ്. മാണ്ഡി, സെരാജ് വാലി എന്നിവിടങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മേഘവിസ്ഫോടനത്തിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഉത്തരേന്ത്യയിലെ മിക്ക നദികളിലും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുകയാണ്. ഡൽഹി, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും മറ്റന്നാൾ വരെ ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ട്. അറിവ് പകർന്നവരോടുള്ള ആദരത്തിന്റെ ദിവസമാണ് ഗുരുപൂർണിമ. ആഷാഢ മാസത്തിലെ പൗർണമി. വ്യാസപൂർണിമയായും ഈ ദിനം ആഘോഷിക്കുന്നു. ഇരുട്ടിന്റെ മാനത്ത് പൗർണമിയുടെ തെളിനിലാവ്. മനസ്സിന്റെ മച്ചിൽ അറിവിന്റെ നിറവെളിച്ചം. അറിവിന്റെ അവിരാമ പ്രവാഹത്തിൽ ഗുരുവിന്റെ കാൽക്കൽ ശിഷ്യന്റെ സാഷ്ടാംഗ പ്രണാമം. വിഘ്നേശ്വരനെ കൊണ്ട് മഹാഭാരതം എഴുതിച്ച വ്യാസന്റെ പിറവി ഈ ദിവസമാണ്. സത്യവതിയുടെയും പരാശരമുനിയുടെയും പുത്രനായി കൃഷ്ണദ്വൈപായനൻ ജനിച്ച ദിവസം വ്യാസപൂർണിമയുമാണ്. ബോധനിലാവ് ഉള്ളിലുദിച്ച ശേഷം ബുദ്ധൻ ആദ്യ പ്രബോധനം നടത്തിയ ദിവസം. ഇന്ദ്രഭൂതി ഗൗതമസ്വാമിയായ ഈ നാൾ ജൈനർക്കും ആഘോഷമാണ്. പരമശിവൻ ഹിമാലയ സാനുക്കളിൽ സ്വർഗീയതയിൽ സപ്തർഷികൾക്ക് ജ്ഞാനം പകർന്ന ആദിഗുരുവായതും ഇതുപോലൊരു പൗർണമിയിലാണ്. ഗുരുശിഷ്യബന്ധം അമ്മയും കുഞ്ഞും പോലെയെന്ന് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീനിൽ OV വിജയൻ അനുഭവസാക്ഷ്യമായി കുറിച്ചു. അത് മർക്കടത്തിന്റെയോ മാർജാറിന്റെയോ മാതൃകയിലാകാം. പൂച്ചക്കുഞ്ഞിനെ കടിച്ചുപിടിച്ച് അമ്മ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നു. അമ്മയെ പൂണ്ടുപിടിച്ച് കുട്ടിക്കുരങ്ങൻ വീഴാതെ സ്വയം കാക്കുന്നു. അറിവിന്റെ നിറവോടെ ഒരു പുനർജനിയില്ലെങ്കിൽ ജന്മത്തിന്റെ താളുകൾ ശൂന്യം തന്നെയെന്ന ഉറപ്പോടെ പറഞ്ഞു ഖലീൽ ജിബ്രാൻ. തന്നെക്കാൾ ഉയരട്ടെ ശിഷ്യനെന്ന ഉള്ളാലെ ആഗ്രഹിച്ചാശംസിക്കുന്ന ഗുരുക്കന്മാർക്കുള്ള ഉള്ളു തുറന്ന ആദരത്തിനുള്ള അവസരമാണ് ഓരോ ഗുരുപൂർണിമയും. സാഗരത്തെ ഉയർത്തുന്ന സാന്നിധ്യമാണ് ചന്ദ്രബിംബത്തിന്റെ പൂർണ്ണത. മൃഗത്തിന്റെയും മരത്തിന്റെയും മനോനില മാറ്റുന്ന പൗർണമിയിൽ മനുഷ്യ മനസ്സിലും ഒരു അല ഉയരാം. ന്യൂസ് ഡെസ്ക്, അമൃത TV.
KSRTC ഡിപ്പോയിലെ ആകർഷക കാഴ്ചയായി ഔഷധ ഉദ്യാനം. 150-ൽ പരം ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ KSRTC ഡിപ്പോ. സെക്യൂരിറ്റി ജീവനക്കാരനായ വെള്ളിക്കോത്ത് അശോകനാണ് ഡിപ്പോയിൽ ഔഷധോദ്യാനം ഒരുക്കിയത്. ചെമ്മട്ടം വയലിലെ KSRTC ഡിപ്പോയിൽ വന്നിറങ്ങുന്നവരെയെല്ലാം ആകർഷിക്കുകയാണ് ഓഫീസിന് മുൻവശത്തായുള്ള ഔഷധ സസ്യങ്ങളുടെ നീണ്ട നിര. കേരളത്തിൽ മറ്റേത് ഡിപ്പോകളിലും കാണാത്ത കാഴ്ചയാണിത്. താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായ KV അശോകൻ ജോലിയിൽ പ്രവേശിച്ച് 1 വർഷത്തിനകം സ്വന്തം താൽപര്യത്തിൽ ഡിപ്പോയ്ക്ക് മുൻവശം ഔഷധോദ്യാനം ഒരുക്കുകയായിരുന്നു. കാലാവധി കഴിഞ്ഞ എയർ ഫിൽറ്ററുകളിൽ ചെമ്മണ്ണും ജൈവവളവും നിറച്ചാണ് ഔഷധ ചെടികൾ നട്ടുവളർത്തിയത്. ആടലോടകം, ചിറ്റമൃത്, വയൽച്ചുള്ളി, വയമ്പ്, ചങ്ങലംപരണ്ട, പിപ്പല്ലി, കലൂർവഞ്ചി, കച്ചോലം, ഉറിതൂക്കി, നിലംപരണ്ട, ഇങ്ങനെ നീളുന്നു ഔഷധ സസ്യങ്ങളുടെ പേരുകൾ. ശ്രദ്ധേയമായ തരത്തിൽ ഔഷധോദ്യാനം ഒരുക്കിയതിന് KSRTC MD അശോകനെ ഉപഹാരം നൽകി ആദരിക്കുമെന്ന് ATO പറഞ്ഞു. മറ്റേതൊരു ഔഷധ ഉദ്യാനത്തെയും കിടപിടിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള അശോകനാണ് ഇതിനെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഇത് ചെയ്തത്. ഡിപ്പോയിലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അടക്കം എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണയും സഹായവും ഔഷധോദ്യാനത്തിനുണ്ട്. ഉദ്യാനം കാണാനായി ആയുർവേദ ഡോക്ടർമാരുടെ സംഘം കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ KSRTC ഡിപ്പോയിൽ എത്തിയിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണിയുടെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിലെ ഏറ്റക്കുറച്ചുകൾ കണ്ടതാണ്. ഇന്നലെയും വ്യാപാരത്തിലുടനീളം ആ ഏറ്റക്കുറച്ചിൽ പ്രകടമായിരുന്നു. അവസാന മണിക്കൂറുകളിലാണ് വിപണിയിൽ വിൽപ്പനയിലേക്ക് നീങ്ങിയതും നഷ്ടത്തിലേക്ക് നീങ്ങിയതും. എന്നാൽ ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. US വിപണികളും യൂറോപ്യൻ വിപണികളിലും നേട്ടത്തിലാണ് വ്യാപാരം ഉള്ളത്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ 25,500 എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം. ആ ഒരു നിലവാരത്തിന് താഴെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അത് മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ഇതിന് നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലേറ്റ നിക്ഷേപത്തിലായിരുന്നു. അവർ നിക്ഷേപം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും. ഇനി കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും ആഭ്യന്തര തലത്തിൽ വിപണിയെ പ്രോത്സാഹിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. പ്രവർത്തന ഫലങ്ങൾ മികച്ചതായിരിക്കും എന്നുള്ളൊരു സൂചന വിപണിയിലുണ്ട്, പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയിലെ പ്രവർത്തന ഫലങ്ങൾ. എന്നാൽ IT മേഖല അത്ര ഒരു മികച്ച പ്രവർത്തന ഫലം പ്രതീക്ഷിക്കുന്നുമില്ല. എന്തായാലും അതായിരിക്കും ഇനി വിപണിയെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റ് ഇന്ന് മുതൽ ലോർഡ്സിൽ നടക്കും. പേസും ബൗൺസുമുള്ള പിച്ചാണ് ലോർഡ്സിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ജസ്പ്രീത് ബുംറ തിരിച്ചെത്തും. ആകാശ്ദീപും മുഹമ്മദ് സിറാജും തുടരും. 2ാം ടെസ്റ്റ് തോൽവിയിൽ പുതിയ ഗെയിം പ്ലാൻ പരീക്ഷിക്കാനാണ് ഇംഗ്ലണ്ട് തയ്യാറെടുക്കുന്നത്. ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കരുത്തരായ റയൽ മാഡ്രിഡിനെ തകർത്ത് PSG ഫൈനലിൽ ഏകപക്ഷീയമായ 4 ഗോളിനാണ് സ്പാനിഷ് വമ്പന്മാർ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളോട് തോറ്റത്. ഫൈനലിൽ ചെൽസിയാണ് PSG-യുടെ എതിരാളികൾ. തന്നെ അതായത് 6ാം മിനിറ്റിൽ സ്പാനിഷ് താരം ഫാബിയൻ റൂയിസിന്റെ കിടിലൻ ഗോളിൽ റയൽ വിറയ്ക്കാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ 9ാം മിനിറ്റിൽ ഉസ്മാനെ ഡെംബലയുടെ വക അടുത്ത ഗോൾ. റൂയിസിന്റെ 2ാം ഗോളും എത്തി 24ാം മിനിറ്റിൽ. ഒടുവിൽ മത്സരം അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രം ശേഷിക്കെ 4ാം ഗോൾ അടിച്ച് ഗോൺസാലോ റാമോസ് ഭംഗിയാക്കി. സമ്പൂർണ്ണമായി ആധിപത്യം പുലർത്തി ഫ്രഞ്ച് വമ്പന്മാർ ഫൈനലിലേക്ക് പ്രവേശിച്ചപ്പോൾ പകരം 1 ഗോൾ പോലും അടിക്കാനാകാതെ കരുത്തർ പതറുന്ന കാഴ്ച. പ്രതിരോധ നിര തകർന്നടിഞ്ഞപ്പോൾ കിലിയൻ എംബാപ്പെ നയിക്കുന്ന മുന്നേറ്റ നിരയ്ക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. സാബി അലൻസോയുടെ കീഴിൽ കന്നി കിരീടത്തിനിറങ്ങിയ റയലിന് തോൽവി ഞെട്ടിക്കുന്ന ഗ്രൂപ്പ് ബി ജേതാക്കളായി നോക്കൌട്ടിലെത്തിയ PSG ഇന്റർ മയാമിയെയും ബയൺ മ്യൂണിക്കിനെയും തോൽപ്പിച്ചാണ് സെമിയിലെത്തിയത്. ഈ വരുന്ന 14ാം തീയതി ഫൈനലിൽ PSG-യും ചെൽസിയും ഏറ്റുമുട്ടും. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.